പാലിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ തേടൂ. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു. കൊച്ചുവേളി റെയിൽവേ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാറാണ് പിടിയിലായത്. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കേരള എക്സ്പ്രസിലാണ് ഇത്തരമൊരു സംഭവം നടന്നത്. ഇപ്പോൾ വി വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി വിനീഷ്, നമുക്കറിയാം കേരള എക്സ്പ്രസ് പോലൊരു ട്രെയിൻ എപ്പോഴും തിരക്കുള്ള ഒരു ട്രെയിനാണ്, പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റ്. അപ്പോൾ ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇത്രയധികം തിരക്കുള്ളൊരു കമ്പാർട്ട്മെന്റിലാണ് ഈ പ്രതി കടന്നുകൂടിയത്. അത് കോട്ടയം മുതൽ ഇയാൾ സഞ്ചരിക്കുന്നു. ഇത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, പെൺകുട്ടി കയറിയപ്പോൾ മുതൽ ഇയാൾ ഈ പെൺകുട്ടിയെ പിന്തുടരുന്നുണ്ടോ? ഈ ആക്രമണ കാരണം എന്താണ്? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടോ വിനീഷ്? നിലവിലെ സാഹചര്യത്തിൽ ആക്രമണത്തിന്റെ പ്രധാന കാരണം, അത്തരത്തിലുള്ള കാരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസിൽ നൽകിയിരിക്കുന്ന വിവരം ഇത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ആ മദ്യലഹരിയിൽ താൻ ചെയ്തു പോയതാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രതി നൽകിയിരിക്കുന്നത്, സുരേഷ് എന്ന വ്യക്തി നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഇയാൾ കടന്നുകൂടിയത് എന്നതല്ല, നിലവിൽ യാത്ര ചെയ്യാനായി കോട്ടയത്ത് നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയ വ്യക്തി എന്നതാണ് നമുക്ക് പോലീസിൽ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ചെയ്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുണ്ടായ ഈ മദ്യലഹരിയിലുണ്ടായ ഒരു പ്രകോപനം എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് മുന്നിൽ ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഈ വ്യക്തിയും അല്ലെങ്കിൽ ഈ യുവതിയുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് മുന്നിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഈ സുരേഷ് എന്ന ഈ അക്രമകാരി നൽകിയിരിക്കുന്ന മൊഴി ഇത്തരത്തിൽ തന്നെയാണ്. താൻ മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരമാണ്, അത്തരത്തിലുള്ള മൊഴി മാത്രമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലും സുരക്ഷ ഒരുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തുന്ന സമയത്ത് കണ്ടുനിന്ന മറ്റു യാത്രക്കാരാണ് ഇയാളുടെ പ്രകോപനം തടഞ്ഞത്, അത്തരത്തിലുള്ള അക്രമം തടഞ്ഞത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ട്രെയിനിൽ അത്തരത്തിലുള്ള ഒരു ഉണ്ടായ ഘട്ടത്തിൽ മറ്റു യാത്രക്കാർ ഇടപെടുകയും ഇയാളെ പിടികൂടി RPF കൈമാറുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം RPF പോലീസിലേക്ക് ഈ അക്രമം നടത്തിയ അക്രമകാരിയെ കൈമാറിയിട്ടുണ്ട് എന്നതും നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യലാണ്. നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഈ യുവതിയുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ പ്രശ്നമോ ഈ സുരേഷ് എന്ന വ്യക്തിയും ഈ യുവതിയും തമ്മിലുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തിയിരിക്കുന്നു. പക്ഷേ പ്രാഥമികമായി പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി ഇത്തരത്തിലാണ്. അത്തരത്തിൽ യാതൊരു തരമായ പ്രശ്നവുമില്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾ കള്ളം പറയുകയാണോ എന്ന് സംബന്ധിച്ചുള്ള സംശയം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. പോലീസിനും അത്തരത്തിലുള്ള സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും. ആ ചോദ്യം ചെയ്യലിൽ മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ യുവതിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന് വരും മണിക്കൂറുകളിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും സഹയാത്രികയായി അല്ലെങ്കിൽ സഹയാത്രികയായി കൂട്ടത്തുണ്ടായിരുന്ന യുവതിയും അത്തരത്തിൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരോട് പറഞ്ഞതും. ഈ പെൺകുട്ടി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് ഈ യുവതി ബാത്റൂമിലേക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് നിലവിൽ ഈ ഒരു അക്രമം നടത്തിയത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചവിട്ടി വീഴ്ത്തുകയായിരുന്നു ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കമ്പാർട്ട്മെന്റിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റിൽ ഡോറിന്റെ ഭാഗത്തുനിന്ന്. നമുക്കറിയാം സ്വാഭാവികമായും ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകളുടെ സ്ഥിതി എന്താണ്, അതിന്റെ രൂപരേഖ എന്താണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അങ്ങനെ ഈ പെൺകുട്ടി നിലവിൽ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് വാതിലിന്റെ അടുത്തേക്ക് ഡോറിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ പ്രകോപിതനായ മദ്യലഹരിയിലായിരുന്ന സുരേഷ് എന്ന വ്യക്തി ഈ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് എന്നാണ് കണ്ടുനിന്നവർ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. യാത്രക്കാരായി കണ്ടുനിന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. യെസ് വിനീഷ്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇനിയും ഉത്തരം ലഭിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. വരും മണിക്കൂറുകളിൽ അതിനെല്ലാം ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ്? ആരോഗ്യ അധികൃതർ എന്തെങ്കിലും വ്യക്തമാക്കിയോ? മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കുടുംബം ഈ വിവരം അറിഞ്ഞോ? ആശുപത്രിയിൽ ആരാണ് ഈ പെൺകുട്ടിക്കൊപ്പം ഉള്ളത്? ദിസ്ന,
അശ്വതി, കൂടുതലായും നമുക്ക് അറിയാൻ സാധിക്കുന്നത് വർക്കല ആശുപത്രിയിൽ നിന്നാണ് യുവതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് യുവതിയുടെ നില എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ്. കൂടെയുള്ള ഒരു പെൺസുഹൃത്തിനെ പറ്റി നേരത്തെ സംസാരിച്ചിരുന്നില്ല അശ്വതി. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ആ യുവതിക്ക് നേരെയും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്നൊരു മൊഴിയാണ് ഈ യാത്രിക നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവർ കമ്പിയിൽ പിടിച്ചു നിന്നത് കൊണ്ട് തന്നെ സഹയാത്രികയെ ആക്രമിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്. ഇവർ പ്രധാനമായും അശ്വതി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നത്. ഈ അതിക്രമം കണ്ടുകൊണ്ട് ഈ സഹയാത്രിക ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. തുടർന്നാണ് ആ ഘട്ടത്തിൽ ഇവരെയും കൂടി പിടിച്ച് തള്ളിയിടാനുള്ള ഒരു ശ്രമം ഉണ്ടായത് എന്നൊരു മൊഴിയാണ് ഈ സഹയാത്രിക നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ സഹയാത്രിക നൽകിയ മൊഴി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്. മാത്രമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് ഇയാൾ മദ്യപിച്ചിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ സഹയാത്രികയും മൊഴിയിൽ നൽകിയിരിക്കുന്നത്. വേറൊരു രീതിയിൽ നേരത്തെ ഒന്നും തന്നെ, അതായത് ഈ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ യാത്രക്കാരനെ കണ്ടത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അശ്വതി, ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്തരിക രക്തസ്രാവമുണ്ട് എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. കൂടാതെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ് എങ്ങനെയാണ് ആ യുവതിയുടെ അവസ്ഥ എന്നത്. നടുവിനാണ് ഈ യുവതിക്ക് പരിക്കേറ്റത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരും എന്ന് തന്നെയാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുവരും അല്പസമയത്തിനുള്ളിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഈ ആക്രമണത്തെ പറ്റി? നൽകിയത് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായി. അശ്വതി, പ്രധാനമായും ഈ സഹയാത്രികയുടെ മൊഴിയെ പറ്റി പോലീസ് സംസാരിച്ചപ്പോൾ, അതായത് ഇത്തരത്തിൽ എന്തിനാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നൊരു ചോദ്യത്തിന് ഇയാൾ നൽകിയ മറുപടി താൻ അത്തരത്തിൽ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ താൻ പ്രകോപനപരമായി ചെയ്ത, അതായത് താൻ അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല. ഈ സഹയാത്രക്കാരിക്ക് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പോലീസിന് ഇയാൾ മൊഴി നൽകിയത്. അതായത് വാദി പ്രതിയാവുന്നൊരു അവസ്ഥയിലേക്ക് പോയി എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താൻ അത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടില്ല, സഹയാത്രിക കള്ളം പറയുകയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഇയാൾ മൊഴിയിൽ നൽകിയത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹയാത്രിക ഒന്നുകൂടി വ്യക്തമാക്കൂ, ഈ പ്രതി പറയുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺസുഹൃത്താണ് ആക്രമിച്ചതെന്നാണോ? അശ്വതി, നിലവിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സഹയാത്രിക നൽകിയ മൊഴിയെ നിഷേധിക്കുകയാണ് ഈ പ്രതി ചെയ്തത് എന്നത് തന്നെയാണ്. താൻ അത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിട്ടില്ല, സഹയാത്രികയ്ക്ക് അല്ലെങ്കിൽ ഈ മൊഴി നൽകിയ പെൺകുട്ടിക്ക് മാനസികമായ വിഭ്രാന്തി ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ഈ യുവതി, ഈ അറസ്റ്റിലായ സുരേഷ് കുമാർ പറയുന്നത്. ഇത്തരത്തിൽ താൻ അത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടില്ല, ഈ മൊഴി നൽകിയത് കള്ളമൊഴിയാണ് എന്നൊരു കാര്യമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ വ്യക്തമായിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ യുവതിയെ മാറ്റിയിട്ടുള്ളത്. യുവതിയുടെ നില അതീവ ഗുരുതരമാണെന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. എന്തായാലും ഈ പ്രതിയെ കൊണ്ട് അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുന്നു, അതോടൊപ്പം തന്നെ കൂടുതൽ മൊഴികൾ എടുക്കുന്നു, ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. അതിനുശേഷം മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അശ്വതി, ഈ ട്രെയിനിലുള്ള മറ്റ് യാത്രക്കാർ മൊഴി നൽകിയോ? മറ്റാരെങ്കിലും ഈ ആക്രമണത്തെ പറ്റി എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? അശ്വതി, പ്രധാനമായും അതൊക്കെ RPFന്റെ, അതായത് റെയിൽവേ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായ വിവരങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹയാത്രിക നൽകിയ ഒരു മൊഴി മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിലുള്ളത് എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി കൂടുതലായി മൊഴി രേഖപ്പെടുത്തണമെങ്കിൽ ഈ യുവതി എന്തെങ്കിലും പറയണം. ആ യുവതി പറയണമെങ്കിൽ യുവതിയുടെ ആരോഗ്യനില അത് നല്ല രീതിയിൽ, അതായത് പുരോഗതി ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ അപകടത്തിൽപ്പെട്ട യുവതിയുടെ ഉൾപ്പെടെ
മൊഴി പോലീസ് എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ മൊഴിയെടുപ്പുകളും അതോടൊപ്പം തന്നെ ഇയാളെ കേന്ദ്രീകരിച്ച്, അതായത് ഇയാൾ എവിടെ നിന്നാണ് കയറിയത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. കോട്ടയത്ത് നിന്ന് കയറി എന്നത് തന്നെയാണ്, അതായത് കോട്ടയത്തേക്കുള്ള ടിക്കറ്റാണ് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു അല്ലേ, അതോ ട്രെയിനിൽ ഇരുന്നാണോ മദ്യപിച്ചത്? അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? അശ്വതി, അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതായത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നൊരു മൊഴിയാണ് സഹയാത്രിക നൽകിയിരുന്നത്. പിന്നീട് പോലീസ് ഇയാളെ കണ്ടെത്തിയപ്പോഴും ഇയാൾ മദ്യലഹരിയിലായിരുന്നു, അതായത് മദ്യലഹരിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. ഇനി മെഡിക്കൽ പരിശോധനകൾ നടക്കണം. ഈ മെഡിക്കൽ പരിശോധനയിൽ അത് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടും എന്നുള്ളതാണ് അശ്വതി. മദ്യലഹരിയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദിസ്ന, നമുക്ക് ഒന്നുകൂടി ഈ ക്രൂരകൃത്യം ചെയ്ത ഈ പ്രതിയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഒന്നുകൂടി പറയൂ ഈ പ്രതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഇയാൾ ഏത് സ്വദേശിയാണ്, പേരെന്താണ്? അശ്വതി, തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാർ ആണ് പിടിയിലായത്. പനച്ചിമൂട് എന്ന് തന്നെയാണ് ഇയാളുടെ സ്ഥലം. അത് കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു. ശേഷം തൊട്ടുപിറകിൽ വന്ന ട്രെയിൻ ജീവനക്കാർ ട്രാക്കിൽ ഒരു യുവതി അബോധാവസ്ഥയിൽ ഉള്ളത് കാണുന്നു. പിന്നീട് അവരാണ് ഇത്തരത്തിൽ ഈ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപ്പോഴാണ് ഇതൊരു ആക്രമണമാണ് എന്ന് മനസ്സിലാവുന്നത് എന്ന് തന്നെയാണ്. മദ്യലഹരിയിലായിരുന്ന ഇയാളാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. പിന്നീട് ഇയാളെ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി അല്പസമയത്തിനകം ഇയാളെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെന്നൊരു വിവരം കൂടി നിലവിൽ നമുക്ക് ലഭ്യമാകുന്നു. ആന്തരിക രക്തസ്രാവം യുവതിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ നിന്നും യുവതിയെ തിരുവനന്തപുരം എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. നമ്മൾ ആ ആംബുലൻസ് ഡ്രൈവറുടെ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം എടുത്തിരുന്നു. ആ പ്രതികരണത്തിൽ തന്നെ യുവതിക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു എന്ന് പറഞ്ഞിരുന്നു. നടുവിനാണ് ചവിട്ടിയത്. ട്രെയിനാണ് അപ്രതീക്ഷിതമായി പിറകിൽ നിന്നൊരാൾ ചവിട്ടുമ്പോൾ വലിയ രീതിയിലുള്ള ആഘാതമായി യുവതിക്ക് സ്വാഭാവികമായും ഉണ്ടാവും. അങ്ങനെ യുവതി തലയിടിച്ച് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അശ്വതി, ദിസ്ന, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ടോ? മാത്രമല്ല ആരോഗ്യ അധികൃതർ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ ദിസ്ന? അശ്വതി, കൂടുതലായും ഈ കുട്ടിയുടെ ബന്ധുക്കളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതായത് നടുവിന് ചവിട്ടുകയും പിന്നീട് ഈ കുട്ടി തെറിച്ച് ട്രാക്കിലേക്ക് വീഴുകയുമായിരുന്നു. അപ്പോൾ വലിയൊരു ആഘാതം ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട്. അതായത് തലയ്ക്ക് അതിസാരമായ പരിക്കേറ്റിട്ടുണ്ട്. രക്തം വാർന്ന അവസ്ഥയിലായിരുന്നു എന്ന് തന്നെയാണ് ഈ ആംബുലൻസിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന ആളുകൾ പ്രതികരിച്ചതെന്ന്